ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെറിയ തിരക്കും കാര്യങ്ങളായിരുന്നു, അതുകൊണ്ടാണ് പറ്റാതിരുന്നത് കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മൾ ഓണം എക്സാം സ്പെഷ്യൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്കൂളുകളിലും എന്താണ് ഓണം എക്സാം ബേസ് ചെയ്തിട്ട് സ്കൂളുകളിൽ തന്നെ എന്താണ് റിവിഷൻ പോലെ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ തുടങ്ങിയത്. കാരണം അത് ഒരുപാട് പേർക്ക് ഉപകാരമാവും. അതുപോലെ തന്നെ കുറച്ചും കൂടെ നേരത്തെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ വിഷയങ്ങളും കവർ ചെയ്യാനും പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഓൺ എക്സാം ആണ്, നമുക്ക് അത്രയും എന്താ പറയുക വാല്യൂ കൊടുക്കാതിരിക്കരുത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിൽ നിങ്ങൾ ഈ ഒരു ഏകദേശം 7 ചാപ്റ്റേഴ്സ് ആണ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് വരുന്നത്. ചില സ്കൂളുകളിൽ 6 ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ 7 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും കുറച്ച് മാത്രമേ റിവിഷൻ ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതെന്താവും ഓവർലോഡ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണത്. പിന്നീട് മോഡൽ എക്സാം ആണ് ഫെബ്രുവരിയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത വിചാരിക്കാതെ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓണം എക്സാമിൻ്റെ ഭാഗങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മിസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ നമ്മൾ നോട്ട്സ്, അതായത് എക്സാമിന് എങ്ങനെ എഴുതണം, ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. എക്സാമിന് നോട്ട്സ് പോലെ നമ്മളിതിൽ കൊടുത്തിട്ടില്ല. കാരണം അത് വേണ്ടവരും മിസ്സിന് ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിലോട്ട് മിസ്സിന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെയൊക്കെ നോട്ട്സ് വേണം, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓണം എക്സാം സ്പെഷ്യൽ നോട്ട്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യാം. അപ്പോൾ മിസ്സ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു ഫീസ്, വളരെ ചെറിയൊരു ഫീസാണ്, എല്ലാവർക്കും പറ്റുന്ന ഒരു ഫീസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫീസും അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ മിസ് എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്കൊരു കഥ പോലെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു കഥ പോലെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. +2 പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരു കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ഒരു ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, മിസ് പറഞ്ഞുതരാം അത് എങ്ങനെയാണെന്നുള്ളത്. 3 challenges faced by independent India. ഇതാണ് അതിൽ ആദ്യത്തെ ഒരു ഭാഗം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമായ സമയത്ത് എന്താണ്, ഇന്ത്യക്ക് 3 വെല്ലുവിളികളാണ് നേരിടേണ്ടതായിട്ട് വന്നേ. ഒന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്, ഒരു രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കും. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് എങ്ങനെയായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന സംസ്ഥാന രൂപത്തിലാക്കണം വേണ്ടേ. ആ ഒരു കാര്യമാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ഒന്നാമത്തെ ചാലഞ്ച് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്തു, ഓക്കെ, എങ്ങനെ പരിഹരിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. രണ്ടാമത്തെ ചാലഞ്ച് എന്തായിരുന്നു, ജനാധിപത്യ സ്ഥാപനം അല്ലേ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രസി. എങ്ങനെയാണ് നമ്മൾ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്തേ, എലക്ഷൻ വഴി അല്ലേ. ജനങ്ങളാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്. അപ്പൊ എലക്ഷൻ വഴി നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാണ്. അതാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അതായത് ഇലക്ഷന് ശേഷം ആരാ വന്നേ, കോൺഗ്രസ് പാർട്ടി അല്ലേ. ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മേധാവിത്വ കാലഘട്ടത്തെ കുറിച്ചാണ്. കോൺഗ്രസ് നമ്മുടെ എന്താണ് ഏകദേശം ഒരു 3 പൊതു തെരഞ്ഞെടുപ്പിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കുകയാണ്, വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഒരു പാർട്ടിയാണ് എന്ത് മേധാവിത്വം പുലർത്തുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ. പിന്നെ മറ്റു പാർട്ടികളെ കുറിച്ചുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് രണ്ടാമത്തെ വെല്ലുവിളി. മൂന്നാമത്തെ വെല്ലുവിളി എന്തായിരുന്നു, വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. ടു എൻഷുർ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ സൊസൈറ്റി, അതായത് ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ നമ്മൾ എന്താണ്, രാഷ്ട്രം നിർമ്മിച്ചു, ജനാധിപത്യം സ്ഥാപിച്ചു. മൂന്നാമത്തത് പിന്നെ ആ രാജ്യത്ത് എന്താ വേണ്ടേ, വികസനം കൊണ്ടുവരണം അല്ലെ. അതാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ആസൂത്രണം വഴി നടപ്പിലാക്കിയത് പറയുന്നേ. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടിയോ. ഇത് മനസ്സിലാവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ലോ ആയിട്ട് സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ആ ഒരു ഭാഗം. ആ ഒന്നാമത്തെ ഭാഗം തന്നെയാണ് നമ്മുടെ ഈ 3 ചാപ്റ്ററിലും. അത് മിസ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു തന്നാണ്. ഓക്കെ, അപ്പൊ 3 വെല്ലുവിളി എന്താണ്, ഒരു രാഷ്ട്രം നിർമ്മിക്കുക, ജനാധിപത്യം സ്ഥാപിക്കുക, മൂന്നാമത്തത് എന്താണ്, ക്ഷേമവും വികസനവും. ഇത് മൂന്നാമത്തെ പാഠം. ഓക്കെ ആണോ. അപ്പൊ ഈ 3 പാഠവും ഒരുമിച്ചുള്ളതാണ്. ഓക്കെ,
അടുത്തത് എന്താണ്? പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ, വിഭജന പ്രക്രിയയും പ്രത്യാഘാതങ്ങളും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് പബ്ലിക് എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ എന്താണ് മുഹമ്മദ് അലി ജിന്നയുടെ 2 നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്ത പ്രകാരം എന്താ പറഞ്ഞേ? ഇന്ത്യ പാകിസ്ഥാൻ രണ്ടും രണ്ടാണ്, അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം എന്നുള്ളത് രണ്ടാണ്, അപ്പൊ അവർക്ക് 2 രാജ്യം വേണമെന്നാണ് ആ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആശയം. അങ്ങനെ ഇന്ത്യ വിഭജിച്ച ഒരു കാര്യമാണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സിൽ എഴുതേണ്ടത് എന്താണ്? 4 പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? അതായത് ഇന്ത്യയിൽ എന്താണ് പ്രശ്നം ഭൂരിപക്ഷ ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഏക മേഖല ഉണ്ടെങ്കിൽ അത് വിഭജിച്ചു കൊടുത്താൽ മതി, പക്ഷെ അങ്ങനെ ഒരു മേഖലയില്ല. പിന്നീട് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു? എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന് ഉദാഹരണമാണ് NWFP എന്ന് പറയുന്നത്. അവിടുത്തെ ലീഡർ അല്ലെങ്കിൽ റൂളർ ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് അല്ലെ. പിന്നീട് മൂന്നാമത്തെ പോയിന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയയിൽ എഴുതേണ്ടതാണ് എന്ത്? നമ്മുടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ബംഗാളും അതുപോലെ തന്നെ എന്താണ് പഞ്ചാബിലും എന്തുണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നു? അമുസ്ലിങ്ങളും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതും ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിർത്തിയിൽ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിർത്തിയിൽ ന്യൂനപക്ഷങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോസസ്സിൽ എഴുതണ്ടേ. പ്രക്രിയയിൽ അത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രത്യാഘാതങ്ങൾ കോൺസിക്വൻസസിൽ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ലാർജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പീപ്പിൾ ആയിരുന്നു. അതായത് എന്താണ് 80 ലക്ഷത്തിലധികം ആളുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പലായനമായിരുന്നു ഇത് എന്ന് പറയുന്നത്. പിന്നീട് 8 ലക്ഷം മുതൽ 10 ലക്ഷം ആളുകൾ വരെ മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു. ഇതൊരു സമാധാനപരമായ പ്രോസസ്സ് ആയിരുന്നില്ല അല്ലെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും എന്താണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? അവരുടെ വീടും നാടും ചുറ്റുപാടും എല്ലാം നഷ്ടമായി. അതുപോലെ തന്നെ പല കുട്ടികളും ഈ ഒരു യാത്രക്കിടയിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് പ്രത്യാഘാതങ്ങളിൽ എഴുതണ്ടേ. ഓക്കെ, അവിടെ നമുക്കൊരു 7 പോയിന്റോളം പഠിക്കാനുണ്ട് കേട്ടോ. പിന്നീട് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈദരാബാദും മണിപ്പൂരും. അതായത് നമ്മുടെ 565 നാട്ടുരാജ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 565 നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിലോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു സന്നദ്ധതയാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവാനുള്ള അവരുടെ ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നതാണത്. അതാണ് ലയന കരാർ എന്ന് പറയുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണത്. ഓക്കെ, അപ്പൊ എല്ലാവരെയും കൊണ്ടുവന്നു, പക്ഷെ ഹൈദരാബാദിനെയും മണിപ്പൂരിനെയും കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നീട് എങ്ങനെയാണ് അവർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കേണ്ടത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിന് കൊണ്ടുവന്നു. പിന്നീട് എന്താണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യം വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഭാഷാടിസ്ഥാനത്തിൽ പോറ്റി ശ്രീരാമലുവിന്റെ കഥയൊക്കെ അവിടെ പറയണം. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്റർ, വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്തതാണ് ചാപ്റ്റർ 2, ഇറാ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. അപ്പൊ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും വലിയൊരു രാജ്യമാണ്, അതുപോലെ തന്നെ അവിടെ ജനങ്ങളും കൂടുതലാണ്. അവിടെ എങ്ങനെയാണ് നമ്മുടെ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടപ്പിലാക്കുക എന്നുള്ളത് മറ്റു ലോക രാജ്യങ്ങൾ വരെ നോക്കി നിന്നിരുന്ന, അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അതെന്താണ് വിജയകരമായി പൂർത്തീകരിച്ചതാണ് ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതണ്ടേ. അന്ന് നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ നിരക്ഷരരായിരുന്നു കൂടുതൽ പേരും അല്ലെ, എഴുതാനും വായിക്കാനും അറിയാത്തവരായിരുന്നു. അപ്പൊ അവരെ വെച്ച് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ഷൻ നടത്തും? ആദ്യം നമ്മൾ ബാലറ്റ് ബോക്സ് ആണ് ഉപയോഗിച്ചത്, പിന്നീട് ബാലറ്റ് പേപ്പറിലോട്ട് മാറി, പിന്നീട് എങ്ങനെയാണ് EVM ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ നോട്ട് നമ്മുടെ ആ ഒരു PDF-നകത്തുണ്ട്. ഓരോ ചാപ്റ്ററിനും ഓരോ PDF സഹിതമാണ്. അപ്പൊ വേണ്ടവരെന്ത് ചെയ്യുക, മിസ്സിന് ആ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. കറക്റ്റ് അതിലെല്ലാം പറയുന്നുണ്ട്. വേഗം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ടെക്സ്റ്റിലുള്ളത് പോലെ അല്ല കേട്ടോ. അപ്പോൾ അത് മിസ് തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് വേറെ ഒരു സൈറ്റിൽ നിന്നും ഉള്ള PDF-കളല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ദ പീരീഡ് ഓഫ് കോൺഗ്രസ് ഡോമിനൻസ്, നേച്ചർ ഓഫ് കോൺഗ്രസ് ആണ്. അതായത് കോൺഗ്രസ് മേധാവിത്വത്തിന്റെ കാലഘട്ടം, അതിന്റെ കാരണങ്ങളാണ്
ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ മേധാവിത്വം പുലർത്തിയിരുന്നത്? പല കാരണങ്ങളുണ്ട്. അതായത് ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിനകത്തായിരുന്നു നല്ല നേതാക്കൾ, നെഹ്റു പോലുള്ള, ആസാദ് പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ പിന്തുണയ്ക്കാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് കോൺഗ്രസിൻ്റെ ആയിരുന്നു നല്ലത്. അതുപോലെ തന്നെ അതിനകത്തുള്ള ഐക്യം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അടുത്തതാണ് എമർജൻസ് ഓഫ് ഒപ്പോസിഷൻ പാർട്ടീസ്, അതായത് പ്രതിപക്ഷ പാർട്ടികൾ. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJS ഭാരതീയ ജനസംഘ്, സ്വതന്ത്ര പാർട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ 3 നോക്കാം. പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്, ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്, എങ്ങനെ വന്നതാണ്, ചെയർമാൻ ആരാണ്, ഇപ്പൊ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് എന്താണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. അപ്പോൾ നമ്മൾ ആസൂത്രണം ഇന്ത്യയിൽ എങ്ങനെയാണ് നടപ്പിലാക്കുക? 5 വർഷത്തിനാണ്. അതാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. കമ്പാരിസൺ ആയിട്ടും ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഇമ്പോർട്ടന്റ് പ്രോജക്ട്സും ഒക്കെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം പഠിക്കാനുണ്ട്. അത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നതാണ് കേട്ടോ. അടുത്തത് എന്താണ്? ഫുഡ് ക്രൈസിസ്, ഭക്ഷ്യപ്രതിസന്ധി. ഇന്ത്യ നേരിട്ട ഭക്ഷ്യപ്രതിസന്ധി എന്നായിരുന്നു? 1960കളിലാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ എന്താണ് ഗ്രീൻ റവല്യൂഷൻ? ആരാണ് അതിന്റെ ഫാദർ? ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഹരിത വിപ്ലവം എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ അനുകൂല പ്രതികൂല പ്രത്യാഘാതങ്ങളും കൂടെ പഠിക്കണം. അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോഷ്യോളജിയിലെല്ലാം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത് എന്താണ്? വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ധവള വിപ്ലവം എന്താണ്? ഇവിടെ നിന്ന് മെയിൻ ആയിട്ട് ഒരു 1 വേർഡ് വരാനാണ് സാധ്യത. അതായത് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഇന്ത്യയുടെ പാൽക്കാരൻ ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വർഗീസ് കുര്യൻ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് 3rd ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ചാപ്റ്റർ 4 എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ്, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് 5 വാറാണ് പഠിക്കാനുള്ളത്. പക്ഷെ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് പറയുന്നത് എന്താണ്? ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയം, അതിന്റെ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ പഞ്ചശീൽ പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഇന്ത്യയും ചൈനയും കൂടെ സൈൻ ചെയ്തിട്ടുള്ളതാണ്. അതും ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്ത്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനം. അതായത് അതിന് 5 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണ്? ഇന്ത്യ ആണ്. അപ്പോൾ ഈ ഒരു നാമിന്റെ ചീഫ് ആർക്കിടെക്ട് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നോക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ആണ് എന്ത് പറയുന്നത്? 5 ഇമ്പോർട്ടന്റ് വാർ, 5 പ്രധാന യുദ്ധങ്ങൾ. ആദ്യം ആരായിട്ടാണ്? ഇന്ത്യയും ചൈനയും 1962. പിന്നീട് ഉള്ള 4 വാറും പാകിസ്ഥാനായിട്ടാണ്. ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1947 വാർ, 1965 വാർ, 1971 ഇന്ത്യ പാക് വാർ, എന്താണ്? ബംഗ്ലാദേശ് വാർ എന്ന പേരിലും അറിയപ്പെടും. 1999 വാർ ഏതാണ്? കാർഗിൽ വാറാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി, ഇന്ത്യയുടെ ആണവ നയം. ഇത് 3 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ. ചാപ്റ്റർ 5 നോക്കാം നമുക്ക്. ചാലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം, കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫസ്റ്റ് ഭാഗം. കോണ്ടെക്സ്റ്റ് ഓഫ് എലക്ഷൻ ഇൻ 1967, 1967 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പോയിന്റ് ആയിട്ട് ഒരു 7 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം എഴുതാം കേട്ടോ. നെക്സ്റ്റ് ആണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് 1969, 1967 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ്. ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ, ഇയർ ഒന്നും മാറരുത്. ഓക്കെ, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ സിൻഡിക്കേറ്റും രണ്ടായ കഥ, സ്പ്ലിറ്റ് വന്ന കഥയാണ് അത് പറയുന്നത്. VV ഗിരിയും അതുപോലെ തന്നെ സഞ്ജീവ റെഡ്ഡിയുടെയും കാര്യം നിങ്ങൾ ഇവിടെയാണ് എഴുതണ്ടേ. ഓക്കെ, N സഞ്ജീവ റെഡ്ഡി. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് എഴുതാം. നെക്സ്റ്റ് ആണ് എന്ത്? നോൺ കോൺഗ്രസിസം ആൻഡ് ഡിഫെക്ഷൻ. ചെറിയ മാർക്കിന് ചോദിക്കുന്നതാണ്. എന്താണ് കോൺഗ്രസ് ഇതരത്വം, കൂറുമാറ്റം എന്താണ് എന്നുള്ളത്. അത് ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് മാസീവ് വിക്ടറി ഓഫ് ഇന്ദിരാഗാന്ധി ഇൻ ദ 1971 ഇലക്ഷൻ. 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ വൻ വിജയം.
അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൺ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ജയിച്ചത്, അതുപോലെ തന്നെ ഏതൊരു പോളിസി വഴിയാണ് അല്ലെങ്കിൽ ഏതൊരു അജണ്ട വഴിയാണ് ഇന്ദിരാഗാന്ധിക്ക് കൂടുതൽ പോപ്പുലർ സപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയാണ് ചാപ്റ്റർ 5 നിന്ന് നോക്കാനുള്ളത്. ചാപ്റ്റർ 6 നോക്കാം നമുക്ക്. ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രതിസന്ധി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീസൺസ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്കണോമിക്, പൊളിറ്റിക്കൽ എല്ലാ റീസണും അവിടെ നിങ്ങൾ എഴുതേണ്ടതാണ്. ഓക്കെ, അടുത്തതാണ് ലെസൺസ് ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥ പഠിപ്പിച്ച പാഠങ്ങൾ. വളരെ വിരളമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എന്നാലും ഓൺ എക്സാമിനൊക്കെ നമുക്ക് എന്താണ് കുറച്ച് പാഠങ്ങളേ ഉള്ളൂ. അപ്പോൾ ചോദിക്കാൻ ഒരു സ്കോപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഓൺ എക്സാമിന് കേട്ടോ. പബ്ലിക് എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോൺസിക്വൻസസ് ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥയുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും അങ്ങനെ തന്നെ ഓൺ എക്സാമിനൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പബ്ലിക് എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് ഇനി ചാപ്റ്റർ 7 നോക്കാം. റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് കുറച്ച് മൂവ്മെന്റ്സിന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കിയാൽ മതി. മെയിൻ ആയിട്ട് ചിപ്കോ മൂവ്മെന്റ്. എന്താണ് ചിപ്കോ പ്രസ്ഥാനം? ഓക്കെ, ഒരു എക്കോളജിക്കൽ മൂവ്മെന്റ് ആണിത്. അടുത്തത് എന്താണ്? ആന്റി ഇറാഖ് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം. എവിടെയാണ്, എങ്ങനെയാണ് സംഭവിച്ചത്, ഈ കാര്യങ്ങളൊക്കെ ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ്, ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. ഓക്കെ, അടുത്തതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്താണ് എന്നുള്ളത് മേധാ പട്കർ നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓൺ എക്സാമിന് വളരെ കുറച്ച് പാഠം മാത്രമാണ് ഉള്ളത് 7 ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. മിസ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് വേണമെങ്കിൽ, അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ നോട്ട്സ് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ എഴുതാം അത് പഠിച്ചാൽ മാത്രം മതി. പിന്നീട് നിങ്ങൾക്ക് വേറൊരു ബുക്കോ സൈറ്റോ ഒന്നും റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളുടെ നോട്ട്സ് നിങ്ങൾക്ക് അതുപോലെ വേണം. ഇംഗ്ലീഷും മലയാളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു നമ്പറിലോട്ട് മിസ്സിന് ടെക്സ്റ്റ് ചെയ്ത് പറയാം കേട്ടോ. ചെറിയ ഫീസ്, മിസ് ആദ്യം തന്നെ പറയാണ്, ചെറിയ ഫീസാണ്, വളരെ ചെറുതാണ്, എല്ലാവർക്കും പറ്റുന്ന ഒരു ഫീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ മിസ് ബാക്കി പറഞ്ഞു തരാം. ഓക്കെ, അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ടെക്സ്റ്റ് ഉള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവരും ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.